മക്കളെ, അപ്പോൾ ട്രിവാൻഡ്രത്തെ രണ്ടാമത്തെ ദിവസം ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് പൊടിദോശ കഴിക്കാനുള്ള കൊതിയായിട്ട് ഞാൻ ഓടിച്ചെന്ന് ഞങ്ങൾ ശാസ്തമംഗലത്തുള്ള ഒരു ഗ്രേസ് ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. എൻ്റെ മനസ്സ് നിറയെ പൊടി ദോശയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയാം കേട്ടോ. ഞാൻ ഇത്രയും കൊതിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, അവിടുത്തെ പൊടിദോശയ്ക്ക് ചെറിയ കയ്പുണ്ടായിരുന്നു കേട്ടോ. പൊടി വറുത്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ എനിക്കറിയില്ല. പക്ഷേ അതിനെ അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വട സൂപ്പറായിരുന്നു കേട്ടോ. നല്ല മുരുമുര വടയായിരുന്നു. ഗോക്കപ്പന് വട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വട എന്ന് ഗോക്കപ്പൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ ഗോക്കപ്പന് ഇഡലി ഓർഡർ ചെയ്തു കേട്ടോ. ചേട്ടനൊന്നും വേണ്ട, ചേട്ടനൊരു ചായ മാത്രം മതി എന്ന് പറഞ്ഞ് ചായയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഗോക്കപ്പൻ കഴിക്കാത്ത ഇഡലി ചേട്ടൻ കഴിക്കേണ്ടി വന്നു. അതിനകത്ത് വടയും കൂടെ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് കേട്ടോ ചേട്ടൻ. നല്ല വടയായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ പൊടി ദോശ ഫ്ലോപ്പായിപ്പോയി. പിന്നെ അവിടുന്ന് ഞാൻ ഒരു കോഫിയോ എന്തോ സംഭവം പറഞ്ഞു കേട്ടോ. പക്ഷേ പുള്ളി എനിക്ക് ഓറഞ്ച് ജ്യൂസ് കൊണ്ട് തന്നു. ഒരു പ്രായമായ ആളായിരുന്നു, കേട്ടതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ മിൽക്കോവ എന്ന് പറഞ്ഞ ഈ സാധനം വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പേടയുടെ ഒരു അലിഞ്ഞ രൂപം കേട്ടോ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ ഇഞ്ചി മിഠായി വാങ്ങിച്ചു. ഇഞ്ചി മിഠായി പിന്നെ നമ്മുടെ സ്ഥിര സാധനമാണല്ലോ. പിന്നെ കുറേ കാര്യമൊക്കെ കഴിഞ്ഞ് നേരെ ലഞ്ചിലേക്ക് കടന്ന്. ഇത് ഞങ്ങളുടെ വേറെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. നാലാഞ്ചിറയിൽ ഗ്രേസ് ഹോട്ടൽ എന്ന് പറയും കേട്ടോ. സൂപ്പറാണ്. അവിടുത്തെ ഷവായൊക്കെ ഒന്നും പറയാനില്ല. ഒരു കൊച്ചു കട കേട്ടോ, റോഡ് സൈഡിൽ. നമുക്ക് കണ്ടാൽ അത്ര ഗുമ്മൊന്നും തോന്നത്തില്ല, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടം ഷവായ കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് ഇതായിരുന്നു. ബാക്കി വിശേഷം ഉടനെ കാണാം.